എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കാം. ചിക്കൻ ചട്ടിപ്പത്തിരിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ കുറച്ചധികം സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ എൻഡ് റിസൾട്ട് അടിപൊളിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. ഞാനിവിടെ ഏകദേശം 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേവിച്ച ശേഷം നമുക്ക് എല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് വേവണ ചിക്കൻ ആയതുകൊണ്ടും പിന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ടും ഞാൻ അധികം വെള്ളം ഇതിലേക്ക് ഒഴിക്കണില്ല. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണുള്ളൂ. ഇപ്പോൾ നാടൻ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേവാൻ ഒരുപാട് സമയം വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഇനി ഇങ്ങനെ പാനിനല്ലാതെ നമുക്ക് പ്രഷർ കുക്കറിലാണെങ്കിലും ചിക്കൻ വേവിച്ചെടുക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. അത് കുഴപ്പമില്ല. ഇനി ഈ ചിക്കൻ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പനേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂടാറിയ ശേഷം ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ചെറിയ പീസായിട്ട് ഷ്രെഡ് ചെയ്തിടണം. മാക്സിമം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് പിച്ചിയിടാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. എന്നാലേ നമ്മുടെ മസാലയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ടോ, എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ കുഞ്ഞായിട്ട് പിച്ചിയിട്ടിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കണം. മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് അടി കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ചട്ടി അനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇതിലേക്ക് അധികം വെളിച്ചെണ്ണ വേണ്ട. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 10 ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ചതും 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും 3 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞതും ചേർക്കാം. വെളുത്തുള്ളി ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. വലുതാണെങ്കിൽ നിങ്ങൾ കുറച്ച് എടുത്താൽ മതി. ഒരു 4 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത് ഏകദേശം ഒരു 30 സെക്കൻഡോളം വഴറ്റാം. അതിനുശേഷം അത്യാവശ്യം വലിപ്പമുള്ള 3 സവാള നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു ചട്ടിപ്പത്തിരിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മസാല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ചട്ടിപ്പത്തിരിയും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സവാള നമ്മൾ പറ്റണത്തോളം കനം കുറഞ്ഞിട്ട് തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ നല്ല ടേസ്റ്റ് ഇത് മൊരിഞ്ഞു വരുള്ളൂ. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വഴറ്റാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാളയിൽ ഉപ്പ് കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ എല്ലാത്തിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നാലേ എല്ലാത്തിലും ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. എന്നാൽ കൂടി പോകാനും പാടില്ല. അത് ശ്രദ്ധിക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മളെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ക്യാമറയിൽ കാണുമ്പോൾ അത്ര ഡാർക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ ഇത് ശരിക്കും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഏറ്റവും ലോയിലാക്കിയതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പൊടികളൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടി ചേർക്കാം. ഇത് എരിവ് കുറഞ്ഞ പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നമ്മൾ സാധാ മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂണോ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്താൽ മതി. അത് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ എരിവ് അനുസരിച്ചിട്ട് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. പെരിഞ്ജീരകം എല്ലാവരും അങ്ങനെ ഇതിനകത്ത് ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പെരിഞ്ജീരകം ചേർത്താൽ മതി കേട്ടോ. പക്ഷേ നോൺ വെജ് ഡിഷസിലൊക്കെ ഒരല്പം പെരിഞ്ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. കുറച്ച് മതി, ഒരുപാട് വേണ്ട. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടി നല്ലപോലെ വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയത്തിനും ലോയിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ വഴറ്റിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ പൊടികളെല്ലാം പച്ചമണം മാറിയിട്ട് നല്ല ഡാർക്ക് കളറായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒരല്പം മല്ലിയിലയും കൂടിയിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. തീ കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. കാരണം എല്ലാം കുക്കായതാണല്ലോ. കണ്ടോ, കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ചിക്കൻ്റെ കളറൊക്കെ മാറി ചിക്കൻ്റെ നല്ലോണം മസാലയൊക്കെ പിടിച്ചു വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഇത് 2 രീതിയിൽ ചെയ്യും. മാവ് കുഴച്ചിട്ട് പരത്തിയിട്ട് ചെയ്യും. അത് കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട്. അതല്ലാതെ നമുക്ക് രണ്ടാമത്തെ രീതിയിൽ ചെയ്യാം. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം. പിന്നെ 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂണും പിന്നെ ഒരു നുള്ളും കൂടി ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഏകദേശം ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിക്കാം. എന്നിട്ട് നല്ല പോലെ ഇത് അടിച്ചെടുക്കാം. കണ്ടോ, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്.
കുറച്ച് കട്ടിയാന്ന് തോന്നിയതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്കൊരു സാധാ ദോശച്ചട്ടി വെച്ചിട്ട് സാധാരണ നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെ ഇത് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ചുടാൻ പോകുന്ന ദോശയുടെ വലിപ്പം. അതായത് നമ്മൾ ഏത് പാത്രത്തിലാണോ അല്ലെങ്കിൽ ഏത് ചട്ടിയിലാണോ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൻ്റെ വായുവട്ടം അനുസരിച്ചിട്ടാണ് ദോശയുടെ വലിപ്പം തീരുമാനിക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ദോശയായിരിക്കും ഞാൻ ചുടാൻ പോണേ. പിന്നെ രണ്ടാമത്തെ കാര്യം, ദോശ നല്ല കട്ടി കുറഞ്ഞിട്ടിരിക്കണം. ഒരുപാട് കട്ടിയുള്ള ദോശയായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം കട്ടി കുറച്ചിട്ട് വേണം ദോശ ചുടാനായിട്ട്. അപ്പോൾ ഓരോ ദോശയും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചുട്ടെടുക്കാം. ദോശയുടെ ഒരു വശം വേകുമ്പോൾ അടുത്ത വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നമ്മൾ എടുത്ത മാവിന് മൊത്തമായിട്ട് നമ്മൾ ദോശ ചുട്ടിട്ടുണ്ട്. അത് ഏകദേശം ഇപ്പോൾ നമ്മൾ ചുടുന്നതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഏകദേശം ഒരു 7 മുതൽ 8 വരെ ദോശയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലെയർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ദോശയും റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 3 കോഴിമുട്ട എടുക്കാം. ഒരു 2-3 നുള്ളു ഉപ്പ് ചേർക്കാം. ഒരു അല്പം കുരുമുളക് പൊടി ചേർക്കാം. ഒരു 2 നുള്ളു കുരുമുളക് പൊടി. ഒരു 1/2 ഗ്ലാസ് പാലൊഴിക്കാം. പാലൊഴിക്കുന്നത് നമ്മളിതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുമാണ്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയൊക്കെ ചൂടാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നല്ല വൃത്തിയുള്ള കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇങ്ങനെ ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയൊക്കെ ചിക്കനകത്തും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് നല്ല ടേസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉപ്പൊക്കെ നമ്മൾ ഈ സമയത്ത് നോക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്താൽ മതി. മസാലയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് മസാല. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ചട്ടി എടുക്കാം. അപ്പോൾ ചട്ടി ഞാനിവിടെ സ്റ്റവിൻ്റെ മേലെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, തീ ഓൺ ചെയ്തിട്ടില്ല. തീ ഓൺ ചെയ്യേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാവേ. ഇപ്പോൾ ഓൺ ചെയ്തിട്ടില്ല. ഏറ്റവും അടിയിലായിട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പകരം കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്താലും മതി. ഇനി ഒരു ദോശ എടുത്ത് എഗ് മിക്സിൽ ഇതുപോലെ മുക്കിയിട്ട് ചട്ടിയിൽ ഏറ്റവും അടിയിൽ വെക്കാം. ഈ ദോശയുടെ മേലെ ഒരു ലെയറിൽ നമ്മൾ മസാല മിക്സ് ഇട്ട് കൊടുക്കാം. ഒരേ ലെവലിൽ പരത്തിയിട്ട് കൊടുക്കാം. ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് അടുത്ത ദോശയും ഇതുപോലെ തന്നെ എടുത്ത് എഗ് മിക്സ്ചറിൽ മുക്കിയിട്ട് ഇതിൻ്റെ മേലെ വെക്കാം. എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മസാലയും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ദോശയുടെ എണ്ണ അനുസരിച്ചിട്ടും മസാലയുടെ അളവനുസരിച്ചിട്ടും ലെയർ സെറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും ലാസ്റ്റ് വരുന്ന ദോശ നമുക്ക് ഇതുപോലെ മസാലയുടെ മേലെ വെക്കാം. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ഈ എഗ് മിക്സ്ചർ ഇതിൻ്റെ മേലെയും സൈഡിൽ കൂടെയൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു അടപ്പ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അടയ്ക്കാം. ഇനിയാണ് നമ്മൾ തീ ഓൺ ചെയ്യാൻ പോണത്. ചട്ടി ചൂടാവാൻ വേണ്ടി മാത്രം ഒരു 4 മിനിറ്റ് നേരത്തേക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം. 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടായിട്ട് വരും. അതിനുശേഷം നമുക്ക് ഈ പാൻ മാറ്റിയിട്ട് വേറൊരു തവ വെക്കാം താഴെ. നമ്മൾ സാധാരണ ദമ്മൊക്കെ ചെയ്യില്ലേ, അതുപോലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള കുക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇനി ബാക്കി കുക്ക് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് ഒരു ലോയിനും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽഭാഗം കുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് വേറൊരു ചട്ടിയിലേക്ക് തിരിച്ചു കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് മതി ഇത് മൊരിയാനായിട്ട്. താഴ്ഭാഗവും നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ചെയ്യാനായിട്ട് കുറച്ചധികം സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കണ്ടോ, ലെയേഴ്സ് എല്ലാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നോക്കി. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളറിൽ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ വീഡിയോ കാണാനും പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.